നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഡൽഹി എയർപോർട്ടിൽ നിന്നും പോലീസ് പിടികൂടിയ പ്രതി രക്ഷപ്പെട്ടു. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടിയ പ്രതി രക്ഷപ്പെട്ടു. പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയ പ്രതിയാണ് ചാടിപ്പോയത്. പെരുന്നാട് സ്വദേശി സച്ചിനാണ് രക്ഷപ്പെട്ടത്. തമിഴ്നാട് കാവേരിപ്പട്ടണം എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. SIയുടെ നേതൃത്വത്തിൽ 5 അംഗ സംഘമാണ് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് പ്രതിയെ പിടികൂടിയത്. മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ മമതാ ബാനർജി സന്യാസിമാരെ അധിക്ഷേപിക്കുന്നു. നരേന്ദ്രമോദി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ പ്രധാനമന്ത്രി. മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ മമതാ ബാനർജി സന്യാസിമാരെ അധിക്ഷേപിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തു. അയോധ്യ ക്ഷേത്രത്തിനെതിരെ അധിക്ഷേപ വിമർശനം നടത്തി. വീണ്ടും CAA ഉന്നയിച്ച് മോദി രംഗത്തെത്തി. ബംഗാളിലും CAA ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 300 പേർക്ക് പൗരത്വം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആളുകളെ ഇറാനിലെത്തിച്ച് അവയവമെടുക്കും, വൻ വിലയ്ക്ക് വിൽക്കും. അവയവ മാഫിയയിലെ പ്രധാന കണ്ണി പിടിയിൽ. അവയവ മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തൃശൂർ സ്വദേശി സബിത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത്. ആളുകളെ ഇറാനിലെത്തിച്ചാണ് അവയവം എടുത്തിരുന്നത്. ചെറിയ തുക നൽകി വലിയ തുകയ്ക്ക് അവയവം വിൽക്കുകയാണ് ചെയ്യുന്നത്. നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിലെത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല. ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൈക്ക് ഒടിവുള്ള രോഗിക്ക് കമ്പി മാറിയിട്ടെന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു. സാധാരണ ഇത്തരം ഒടിവുമായി എത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമാണ് ഇവിടെയും നടത്തിയിട്ടുള്ളതെന്ന് ഡോക്ടർ ജേക്കബ് മാത്യു പറഞ്ഞു. റാന്നി പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് തീയിട്ടു. റാന്നിയിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന് തീയിട്ടു. തീയിട്ടത് പഞ്ചായത്ത് അംഗം ഗീത സുരേഷിന്റെ ആൾതാമസമില്ലാത്ത വീട്ടില്. അയൽവാസി തോമസ് മാത്യു കസ്റ്റഡിയിൽ. അയൽവാസിയുമായി നേരത്തെ സിവിൽ കേസ് തർക്കമുണ്ടായിരുന്നു. ഇതാകാം തർക്കത്തിന് കാരണമായതും വീടിന് തീയിട്ടതുമെന്നാണ് പോലീസ് നിഗമനം. ഗുണനിലവാര പരിശോധനയിൽ പതഞ്ജലി പരാജയപ്പെട്ടു. ഉദ്യോഗസ്ഥരെ 6 മാസം തടവിന് വിധിച്ച് കോടതി. ഉത്തരാഖണ്ഡിലെ പതഞ്ജലി ഉദ്യോഗസ്ഥനെയും മറ്റു 2 പേരെയും 6 മാസം തടവിന് ശിക്ഷിച്ച് കോടതി. പതഞ്ജലി നവരത്ന എലൈച്ചി സോൻ പപ്പടി സാമ്പിളുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. 2019 സെപ്റ്റംബറിൽ ഉൽപ്പന്നത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് പിത്തോരാഗഡിലെ ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസർ ബെറിത് നാഗ് മാർക്കറ്റിലെ ഒരു കടയിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. മോദിക്ക് തോന്നുന്നവരെ പിടിച്ച് ജയിലിലിടും. ആം ആദ്മി BJPക്ക് ഭീഷണിയായി തുടങ്ങിയെന്ന് കേജ്രിവാൾ. ആം ആദ്മി പാർട്ടിയെ BJP ഭീഷണിയായാണ് കാണുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രിയും AAP നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ. നരേന്ദ്രമോദിക്ക് തോന്നുന്നവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. AAPയെ തകർക്കാനുള്ള യോജിച്ച പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. തങ്ങളുടെ പാർട്ടിയെ തകർക്കാനാണ് BJPയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നതെന്ന് കെജ്രിവാൾ കുറ്റപ്പെടുത്തി.
സംസ്ഥാനത്ത് പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ചു മരിച്ചത് 90 പേർ. ഡെങ്കിപ്പനി പിടിപെട്ട് മരിച്ചത് 48 പേർ. സംസ്ഥാനത്ത് പനി മരണങ്ങൾ വർദ്ധിക്കുന്നു. 5 മാസത്തിനിടെ എലിപ്പനി ബാധിച്ചു മരിച്ചത് 90 പേർ. ഡെങ്കിപ്പനി പിടിപെട്ട് 48 പേർക്ക് ജീവൻ നഷ്ടമായി. ഈ മാസം ഇതുവരെ എലിപ്പനി ബാധിച്ച് 8 പേരും ഡെങ്കിപ്പനി ബാധിച്ച് 5 പേരും മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ചുള്ള മരണങ്ങളിലും വർധനയെന്ന് കണക്കുകൾ. സംസ്ഥാനത്ത് മഴ തീവ്രമാകുന്നു. 4 ജില്ലകളിൽ അതീവ ജാഗ്രത. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്നു മുതൽ 4 ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.